4 വർഷത്തെ ഡിഗ്രി എന്തുകൊണ്ടും ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഇത് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതായത് 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം പക്ഷേ അത് ചെയ്യുന്ന രീതി കൂടി കുറച്ചുകൂടി ഒരു പെർഫെക്ഷനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആവുള്ളൂ, അല്ലാതെ അതൊരിക്കലും ബെറ്റർ ആവില്ല. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ 4 ഇയറിലാണ് കോഴ്സെങ്കിൽ ഏകദേശം 8 സെമസ്റ്ററാണ് ഒരു സ്റ്റുഡൻറ്റിന് വരുന്നത്. അപ്പോൾ ഈ 8 സെമസ്റ്ററിൽ ഇപ്പോൾ കറൻലി ഉള്ളത് 6 സെമസ്റ്ററാണ് 3 ഇയറിന് വരുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആഡ് ഓൺ ആവുന്നത് 2 സെമസ്റ്ററാണ്, അതായത് പ്ലസ് 1 ഇയർ. അപ്പോൾ ഈ 1 ഇയറിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു 1 ഇയർ ഈ കുട്ടികളെ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതായത് ഈ കുട്ടിക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ കുട്ടിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. അതായത് ഈ കുട്ടി ജോലിക്ക് ഒരു സ്ഥലത്ത് ഇൻറ്റേൺഷിപ്പ് എന്തായാലും ഇപ്പോൾ ഫൈൽഡ് ആണെങ്കിലും പാസ്സാണെങ്കിലും ഇൻറ്റേൺഷിപ്പ് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടി കഴിയുമ്പോൾ അവിടെ ഈ കുട്ടിക്ക് ലൈക്ക് എഡ്യൂക്കേഷനിൽ കാണിക്കാൻ പറ്റാത്ത സ്കില്ല് ഈ ഒരു സ്റ്റുഡൻറ്റിന് പ്രാക്ടിക്കലി അവരുടെ ആ ഒരു കമ്പനിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ആ കുട്ടിക്ക് അവിടെ വീണ്ടും തുടരാനുള്ള അവസരം കൊടുക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് 2 സെമസ്റ്റർ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഇനി രണ്ടാമത് അതിൽ വരുന്ന ഇവർക്കുള്ളൊരു പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, മേ ബി ചില കുട്ടികൾ ലോൺ എടുത്ത് പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഫീസ് ഒന്നും കെട്ടാതെ പോകുന്നവരുണ്ടാവും. അപ്പോൾ ഈ ലാസ്റ്റ് 2 സെമസ്റ്ററിൽ ഇവർ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു സാലറി പാക്കേജ് ഇവർക്ക് എന്തായാലും കിട്ടും, ചെറിയൊരു എമൗണ്ട് എന്തായാലും കിട്ടും. അത് ഇവരുടെ ഫീസിലോട്ട് കെട്ടുവാനുള്ളൊരു അവസരം കൂടിയാണ് ഇവർക്ക് രണ്ടാമത് ലഭിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പോയിട്ടുള്ള കുറേ കമ്പനീസുകൾ തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ സാധാരണ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെല്ലാം മറ്റ് സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ അവർ ലിവിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മറ്റു കമ്പനീസ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റേറ്റിന് കൂടി കുറച്ചുകൂടി ബെനിഫിറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ 4 വർഷം ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുവാൻ പോകുന്ന നമ്മുടെ നാട്ടിലും നാട്ടുകാർക്കും നമ്മുടെ അടുത്ത ജനറേഷനും ഉണ്ടാകുവാൻ പോകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം, പലരുടെയും ഒപ്പീനിയൻ പലതായിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കോമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കോമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യും, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും. നിങ്ങളുടെ അടുത്ത വർഷം ഡിഗ്രിക്ക് പോകാൻ നിൽക്കുന്ന എല്ലാ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ വേണ്ടി ഒന്ന് മസ്റ്റായി ഒന്ന് ഷെയറും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.